കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ഡൽഹിയിലെ പ്രതിനിധി കെ.വി. തോമസിന്റെ യാത്രാബത്തയും ഹൈക്കോടതിയിലെ സർക്കാർ അഭിഭാഷകരുടെ ശമ്പളവും കുത്തനെ കൂട്ടാൻ നടപടി. കെ.വി. തോമസിന്റെ യാത്രാബത്ത ബജറ്റിൽ പറഞ്ഞ 5 ലക്ഷത്തിൽ നിന്ന് 11.5 ലക്ഷമാക്കി ഉയർത്താനാണ് പൊതുഭരണ വകുപ്പിന്റെ ശുപാർശ. PSC അംഗങ്ങളുടെ ശമ്പളം ഭീമമായ തോതിൽ വർദ്ധിപ്പിച്ച മന്ത്രിസഭാ തീരുമാനത്തിൽ വിമർശനമുയരുമ്പോഴാണ് വീണ്ടും ഇഷ്ടക്കാർക്ക് ശമ്പള വർധനവ് നൽകുന്നത്. വിവിധ മേഖലകളിൽ വിനിയോഗിക്കാൻ പണമില്ലാതെ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ കുടിശ്ശിക ഉള്ളപ്പോഴാണ് സർക്കാർ യഥേഷ്ടം ശമ്പളവും ആനുകൂല്യങ്ങളും മറ്റിടങ്ങളിൽ അനുവദിക്കുന്നത്. സർക്കാരിന്റെ ഡൽഹിയിലെ പ്രതിനിധി കെ.വി. തോമസിന്റെ പ്രതിവർഷ യാത്രാബത്ത ഇരട്ടിയിലധികം ഉയർത്താൻ ശുപാർശ. 5 ലക്ഷം രൂപയായിരുന്നു കഴിഞ്ഞ ബജറ്റിൽ കെ.വി. തോമസിന്റെ യാത്രാബത്ത നീക്കിവെച്ചത്. എന്നാൽ 6.5 ലക്ഷം രൂപ കഴിഞ്ഞ വർഷം ചെലവായെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇത് കുത്തനെ ഉയർത്തി 11.5 ലക്ഷമാക്കാൻ പൊതുഭരണ വകുപ്പ് ധനവകുപ്പിന് ശുപാർശ നൽകിയിരിക്കുന്നത്. ഓണറേറിയമായി വൻതുക പ്രതിവർഷം ലഭിക്കുന്നതിന് പുറമെയാണ് ഇത്രയേറെ യാത്രാബത്തയും നൽകുന്നത്. പ്രൈവറ്റ് സെക്രട്ടറിയും ഡ്രൈവറും ഉൾപ്പെടെ 5 പേഴ്സണൽ സ്റ്റാഫാണ് കെ.വി. തോമസിനുള്ളത്. ഇതോടൊപ്പം ഹൈക്കോടതിയിലെ സർക്കാർ അഭിഭാഷകർക്കും ശമ്പളം ഉയർത്തി. സ്പെഷ്യൽ പ്ലീഡർക്ക് 1,20,000 രൂപയിൽ നിന്ന് 1,50,000 ഉയർത്തി. സീനിയർ പ്ലീഡർക്ക് 1,10,000 നിന്ന് 1,40,000, ഗവൺമെന്റ് പ്ലീഡർക്ക് 1,00,000 നിന്ന് 1.25 ലക്ഷമായും ഉയർത്തിയിട്ടുണ്ട്. 3 വർഷത്തെ മുൻകാല പ്രാബല്യത്തോടെയാണ് വർധനവ്. PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളം ഭീമമായി വർദ്ധിച്ചതിലെ വിമർശനം കെട്ടടങ്ങും മുമ്പാണ് ഇഷ്ടക്കാർക്ക് വീണ്ടും ശമ്പള ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ച് ഉത്തരവായിരിക്കുന്നത്. അതേസമയം PSC അംഗങ്ങളുടെ ശമ്പള വർധനവിൽ മുൻകാല പ്രാബല്യം നൽകിയിട്ടില്ല. തുച്ഛമായ ഓണറേറിയത്തിനും മറ്റ് ആനുകൂല്യത്തിനുമായി ആശാവർക്കർമാർ ദിവസങ്ങളോളം സെക്രട്ടേറിയറ്റ് നടയിൽ പ്രതിഷേധിക്കുമ്പോഴാണ് സർക്കാരിന്റെ മുൻഗണന ഏത് വിഭാഗത്തിനാണ് എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.